കുറച്ച് വർഷങ്ങളായിട്ട് നോമ്പ് 15 കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നോമ്പറക്കലില്ല കേട്ടോ. ഫുൾ പുതിയങ്ങാടി പള്ളിക്കെന്നായിരിക്കും നോമ്പറക്കൽ. നമ്മളെ ജുമാഅത്ത് പള്ളിക്കെന്നായിരിക്കും, വലിയ പള്ളിക്കെന്നായിരിക്കും നോമ്പറക്കൽ ഉണ്ടാവില്ല. അപ്പോൾ കാരണം കടയിൽ 15 കഴിഞ്ഞാൽ പിന്നെ കട എല്ലാ ദിവസവും ഒരു 10 മണി വരെയൊക്കെ ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ പിന്നെ വീട്ടിൽ പോയി നോമ്പ് തുറന്നു തരാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എന്താ പറയുക, നമ്മളെ പുതിയങ്ങാടി പള്ളിക്കത്തെ നോമ്പ് തുറ വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നമ്മളെ വീഡിയോ കാണും കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ വൈകുന്നേരം കാണാം. നമ്മളെ ഷെഹൻ വരട്ടെ, ഷെഹനും ഞാനും ഒക്കെ കൂടെ ഒരുമിച്ച് പോക്ക്. പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയൊരു സ്പെഷ്യൽ അതിഥി കൂടെ ഉണ്ട്, നമ്മളെ സിയാസും ഉണ്ട്. അപ്പോൾ സിയാസ് മെഡിക്കൽ സ്റ്റോറി വർക്ക് ചെയ്യണ ചെക്കനായിട്ടാണ്, തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറി വർക്ക് ചെയ്യണ സിയാസും കൂടെ കൂടിയിട്ട് ഞങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ ബാക്കി നമുക്ക് വൈകുന്നേരം കാണാം. വയസ്സ് ഞങ്ങളായിട്ട് നമ്മളെ ഫ്രൂട്ട്സ് കിട്ടിയ ആൾക്കാരുണ്ടായി നിൽക്കുന്നത്. നമ്മളെ അമീതാക്കി, അതുപോലെ തന്നെ പേര് മറന്നുപോയി, നിങ്ങളെ പേര് മറന്നുപോയി. ഹലോ, എന്താ പാട്, എന്താണ് വിശേഷങ്ങൾ പറയാം? ഞാൻ എല്ലാ നോമ്പും നോറ്റ, ഇജ്ജ് 2 നോമ്പ് കട്ടുന്നല്ല പറഞ്ഞിട്ട്. നമ്മളെ ബോസാണ് മെയിൻ്റെന്ന് ചേട്ടാ. അവിടേക്ക് നോമ്പായി കഴിഞ്ഞാൽ മെയിൻ്റ് ചെയ്യില്ല, കാരണം കൂടുതൽ എനിക്ക് തിരഞ്ഞെടുത്തിട്ടാണ് മെയിൻ്റ് ചെയ്തത്. അല്ലെങ്കിൽ എന്നെ കണ്ട അപ്പം മെയിൻ്റ് ചെയ്യുന്നുണ്ട്. ചക്രമത്തന്നെ സെക്ഷൻ മൂപ്പരാട്ടോ ഫുള്ള്. അതുപോലെ തന്നെ പൈനാപ്പിൾ അതാ സീസാക്കി. ഇതാണ്ടില്ലേ നമ്മളെ സെക്ഷനിലാട്ടോ ചെക്കൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നല്ലോ. ഇതാരാ പഠിപ്പിച്ചത് നിനക്ക് ഇതൊക്കെ? ഒന്നുകൊണ്ട് പറയണില്ലല്ലോ ജി, എന്ത് പറ്റി? ഇപ്പം എത്ര ക്ലാസ്സിൽ പഠിക്കണേ? 9ാം ക്ലാസ്സിൽ എത്തിക്കണ വയസ്സ്. കാര്യമായിട്ട് വർക്കില്ല കേട്ടാ, അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമൊന്നുമില്ല. കുറച്ച് നേരം ആദ്യം നാരങ്ങ അല്ല അരിയണങ്ങള്, നാരങ്ങ ബന്ധപ്പെടുക. ഒരു 150 ആൾക്കാരുണ്ടാവില്ല നോമ്പറക്കാൻ. 150 ആൾക്കാരുണ്ടാവും അവിടെ നോമ്പറക്കാൻ എല്ലാ വർഷവും. ഇവരാണ് എന്നും കാണലുണ്ട് നോമ്പറക്കണ കാര്യം. ഫുൾ സാധനങ്ങൾ സെറ്റാക്കുന്ന ഇവരാട്ടോ. നിങ്ങൾ മത്തം മുറിക്കണം, എപ്പോഴാണ് മത്തം മുറിക്കണം കൂടെ വീടെടുക്കാണ്ടക്ക്, എന്നിട്ട് വേണം പോകാൻ. ഇവിടെ ഇപ്പോൾ പുതിയ ഔദിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സുഖമാണ്, വെള്ളം എടുക്കാനൊക്കെ സുഖമാണ്. ഇപ്പോൾ ചീരാക്കഞ്ഞി വന്നിട്ടില്ലല്ലോ. ഒരു സ്പെഷ്യൽ കഞ്ഞി ഉണ്ട് കേട്ടോ, ചീരാക്കഞ്ഞി. അതുകൊണ്ട് കുടിച്ചാണ്ട് വയറ് നിറയും. അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. കറക്റ്റാ, കൃത്യമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എത്ര ചക്രമത്തം വേണ്ടി വരും? 3 എണ്ണം. എത്ര പൈനാപ്പിൾ എടുക്കും? 3 പൈനാപ്പിൾ. ഈ 150 ആൾക്കാർക്ക് ഇത് തികയോ? തികയ്ക്കും അല്ലേ? നോമ്പറക്കാൻ വേണ്ടേ? ഇതാണ് ഞാൻ പറഞ്ഞ ഷെഹൻ. 1 വർഷത്തിന് ശേഷം കാണുന്നത്. ഇതാരാണ് ഈ നിൽക്കുന്നത്? പേര് പറയും. മറ്റവനെവിടെ? അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ നോമ്പ് തുറക്കാനുള്ള നമ്മൾ കുറച്ച് ഫ്രണ്ട്സുകൾ വന്നിരിക്കുന്നു. ഇതിരിക്കുന്ന ഒരു ഫ്രണ്ട് എന്താ, ഒരാൾ നടക്കുന്നു, ഒരാൾ ഇവിടെ. അല്ലേ, ഒരുക്കൊക്കെ നോമ്പ് തലേ കയറിക്കണ്ട. എനിക്ക് അതിനെക്കാട്ടി ക്ഷീണമായി. ഒരു ദിവസം ഇല്ലാത്ത ക്ഷീണമാണ് ഇന്ന് സത്യം പറയാനുള്ളത് കേട്ടോ. അപ്പം നമ്മളെ ഭാഗ്യ വിശേഷങ്ങളൊക്കെ പള്ളി എത്തിയിട്ട് കാണാതെ ചോറുള്ള പള്ളിക്ക് പോയിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ പറ്റുന്നത് ചോറുണ്ടെന്ന് പറയിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാരും പറഞ്ഞിട്ടുണ്ട് ചോറുണ്ട്. പോയേക്കാം. ഷെഹനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷെഹൻ ഇപ്പോൾ വരും. പിന്നെ അതുപോലെ തന്നെ വേറെ 2 ഫ്രണ്ട്സുകളോട് വരുന്നുണ്ട്, അൻഷിഫും അതുപോലെ തന്നെ ഷിയാസും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അവരും കൂടെ വന്നിട്ട് നമുക്ക് പള്ളിയിലെത്തിയിട്ട് കാണാം കേട്ടോ. ഇന്നലെ എന്തായിരുന്നു പള്ളിക്ക് സ്പെഷ്യല്? മന്തി. ഇന്നലെ മന്തി കഴിച്ചാ? മന്തി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ പള്ളിക്കത്തെ? സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത മന്തി ഇട്ടാ. ബ്രോസ്റ്റഡ് മന്തി ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു അല്ലേ? നല്ല ടേസ്റ്റ്. എനിക്ക് ജസ്റ്റ് പീസ് അടിപൊളിയല്ല, മന്തി അടിപൊളിയല്ല. എനിക്ക് ജസ്റ്റ് കിട്ടേ, ഇവർക്ക് ലെഗ് പീസ് കിട്ടി അല്ലേ? ജസ്റ്റ്. അപ്പൊ ഏതാ ടീം എന്നുള്ള നമ്മൾ ഓർന്നു. ഏത് ടീമാണോ കൊടുത്തത്? നന്മ എന്നാണ് ഏതാ ഗ്രൂപ്പിലെ? അതിന്റെ പേര് എനിക്ക് വേറെ ഏതോ ഒരു സർവീസിന്റെ പേര് നമ്മൾ മറന്നുപോയി. ബിരിയാണി പലതുണ്ട്. ഇപ്പൊ നോമ്പ് 15 മുന്നേ എന്തൊക്കെയാ സ്പെഷ്യലുകൾ കിട്ടിയിരുന്നത്? ഒരു ദിവസം കട്ട്ലേറ്റ്, പിന്നെ കൊക്കവടം, പഴംപൊരി, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഉണ്ട് നമ്മളെ പള്ളിക്ക്. ഇപ്പൊ 150 ആൾക്കാരുണ്ടാവും നോമ്പറക്കാൻ അല്ലേ? 150 കസാര ഉണ്ട്. ഇജെത്ര നോമ്പ് വെച്ച്? 35. ആകെ 30 നോമ്പല്ലേ ഉള്ളു. 35 നോമ്പ് തോറ്റ.
അപ്പോൾ ഇതാണ് നമ്മളപ്പോഴത്തെ അവസ്ഥ. ഈ സമയമാകുമ്പോൾ ആൾക്കാർ വളരെ കുറവായിരിക്കട്ടെ. ഈ നോമ്പറക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് പൊതുവേ ആൾക്കാർ കുറവാണ്. പിന്നെ ഒരു 8 മണി 8:30 ഒക്കെ ആകുമ്പോൾ ആൾക്കാരുണ്ടാവുള്ളൂ. അതുവരെ വെറുതെ ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഈ കാണേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കാണ്ട് പിന്നെ ഇവരറ്റ് കുറച്ച് നേരം വറുത്ത് തരുമ്പോൾ ഇതൊക്കെ നമ്മളെ പരിപാടി. ബൈ ഗായ്സ്. ഇവിടെ മർക്കസ്നോളജി പോയിട്ട് നമുക്ക് നോമ്പറക്കാന്ന് പറഞ്ഞ ഒരാൾട്ടാ. ഇവിടെ ഒരു ടീമൊക്കെ മർക്കസ്നോളജി പോയിട്ട് നോമ്പ് പറഞ്ഞത് എങ്ങനെയുണ്ട്? എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മർക്കസ്നോളജി പോയിട്ട് നോമ്പറക്കുന്നത് എങ്ങനെയുണ്ട്? അവിടുത്തെ വിശേഷം? ഒരു ദിവസം അവിടെ നിന്നിട്ടല്ലേ വന്നത്? എന്താ അവിടുത്തെ രസം? പോയിട്ട് അവിടെ ഒരു മാസം നിൽക്കില്ലൊക്കെ. ഒരു നോമ്പ് 30 ദിവസം നിൽക്കുന്ന പറഞ്ഞിട്ട് ചേച്ചി. എന്നാ നമ്മളെ ചോറുള്ള പള്ളിക്ക് പോയി നോമ്പ് വന്നിട്ട് വരില്ല? റെഡി അല്ലേ? പിന്നെ ഒരാളാണ് ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്. ബാച്ചിലർ ടീമുകളൊക്കെ പോയി. നമുക്കൊരു വിശിഷ്ട അതിഥി ഉണ്ട്. കണ്ടജി ഇതൊരിക്കണ വിശിഷ്ട അതിഥി. ഏറ്റാ മോനെ, എന്താണ് ഷെഹൻ. കിട്ടിയില്ല, കിട്ടാളെ കിട്ടിയില്ല. അതാണ് ഞാൻ പറഞ്ഞ ദിവസം വരണം, അല്ലേ കിട്ടൂല. ഷിയാസത്താൻ തിരിച്ചപ്പുറത്ത് ഇരിക്കുക. നോമ്പ് 29. നമ്മളെന്താ ലാസ്റ്റ് നോമ്പത്തിനാണല്ലേ നമ്മൾ നോമ്പറക്കാൻ വേണ്ടി പോട്ടെ. നമ്മളെ സ്കൂളിൽ നമ്മളെ ഷിയാസ് ഉണ്ട്. ഷിയാസ് ബാക്കിലുണ്ട്. ഇതാ വരുന്നു ഷിയാസ് കരീം. സമയം 6:30 ആവാനായിരിക്കുന്നു. ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എല്ലാവരും ഡ്രസ്സ് എടുത്ത് വരികയെന്ന് വിചാരിക്കുന്നു അല്ലേ? പെരുന്നാളായിട്ട് ഡ്രസ്സൊക്കെ എടുത്തില്ലേ? പെരുന്നാളായിട്ട് അപ്പോൾ ഒരു അഡ്വാൻസ് ഈദ് മുബാറക്ക് പറയും. കൂടെ അഡ്വാൻസ് കമ്പനീൻ്റെ ഈദ് മുബാറക്ക് അല്ലേ? അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. കുറവുണ്ടിട്ടാ. എന്താ നമ്മളെ കഞ്ഞി ധരിക്കുന്നു. ഒരു കഞ്ഞി എടുത്തോ, സൂപ്പർ കഞ്ഞി. അസീസാക്കത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെ സമാപനം എന്നതോട് കൂടി തീർന്ന്. നമുക്ക് അവിടെ പോയിരിക്കാം, പിള്ളേരില്ലാത്തടത്തിരിക്കാം. അതിൽ വീഡിയോ ഉണ്ടോ ചോദിക്കാനാണ് പോണത്. കൂടി നമ്മളെ ഈ സമൂഹ നോമ്പുത്തുറ തീർന്നിട്ടാ. പള്ളിക്കത്ത് നോമ്പുത്തുറ ഇനി ഡെയിലി ഫുഡ് കഴിച്ച് ഇനി പേരെന്ന് നോമ്പറക്കില്ല. ഇനി പേരെന്നല്ല, നോമ്പുത്തുറ കഴിഞ്ഞ് ഇനി അടുത്ത വർഷം ആയിരിക്കും നമ്മളെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന ആളുകൾ. 6 നോമ്പ് ഞാൻ നോക്കുന്നുണ്ട്. ഞാനൊരു നോമ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നോക്കും ഞാൻ. മാസം കണ്ടുകഴിഞ്ഞ വിശുദ്ധമായ നമ്മുടെ കുടുംബത്തിലും പ്രദാനം ചെയ്ത മാറാവട്ടെ. നമ്മുടെ ഇടപറഞ്ഞു പോയ നോമ്പൊക്കെ തന്നാലും നമ്മളെ ഫേമസ് ബേക്കറി എത്തിയിരിക്കുന്നു. ഫേമസ് നിറച്ചു. കണ്ടന്റ് എന്താണെന്നറിയോ? ഫുള്ള് സാധനങ്ങളാണല്ലേ, ഫുൾ പുതിയ സാധനം. ഇപ്പൊ എന്താ കടനെ പറ്റിട്ട് ഒരു വേണ്ട. അച്ചപ്പം മുതൽ കോയലപ്പം വരെ ഉണ്ട് അല്ലേ? അപ്പൊ വീഡിയോക്ക് കളർ ആയിക്കണം. ബൈ ഗൈസ്, ബൈ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു പൊളിക്കത്തെ. വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് വേണ്ടി പറയണം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒരു ബംഗാളിലെ ഹോട്ടലിൽ